ഇന്നത്തെ റെസിപ്പി വളരെ വെറൈറ്റി ആയിട്ട് ഒരു കറി ഉണ്ടാക്കുന്നതാണ്. ഇത് ഭയങ്കര വൈറ്റമിൻസ് ഒക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് നമ്മളുടെ സ്വന്തം വീട്ടിൽ വാഴ വെട്ടിയപ്പോൾ എടുത്ത പിണ്ടിയാണ്. പാളയന്തോടൻ വാഴയുടെ പിണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ തോരൻ വയ്ക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിത് വെറൈറ്റി ആയിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നാരൊക്കെ എടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഈ സൈസിൽ വേണം ആദ്യം കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ആ നാരെല്ലാം നമുക്കിങ്ങനെ കറക്കിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുകൊണ്ട് ഞാനിവിടെ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വെള്ളരിക്കയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലെ പുളിശ്ശേരി, പിണ്ടി പുളിശ്ശേരിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പച്ചമുളക്, കുറച്ച് എരിയുള്ള പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. മറ്റേത് നമ്മളുടെ എരി ഇല്ലാത്ത മുളക് പൊടിയാണ്. ഇതെന്നിട്ട് നമുക്ക് വേവിക്കാൻ വെക്കണം. കുറച്ച് തിള വന്നതിന് ശേഷമേ ഉപ്പിടാവൂ. ആദ്യമേ ഉപ്പിട്ട് കൊടുക്കല്ലേ. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയം ഇതിന് അരപ്പുണ്ടാക്കണം. ആവശ്യത്തിനുള്ള തേങ്ങയും ഒരു പിഞ്ചെന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും തൈരും. ഈ തൈരിനകത്താണ് നമ്മൾ ഈ തേങ്ങ അരച്ച് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയോ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ചെറിയ ജീരകവും തേങ്ങയും തൈരും മാത്രമാണ് അരച്ച് എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയം അരപ്പ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത് തിളയ്ക്കണ്ട. ഈ കറി അധികം തിളയ്ക്കാൻ പാടില്ല. തേങ്ങ അരച്ചതിന് ശേഷം തിളയ്ക്കണ്ട. ഈ ചട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും. അതുകൊണ്ടാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആ ചട്ടികളിലുള്ള ചൂട് മതി, അതിൻ്റെ ആവശ്യത്തിനുള്ള ചൂട് അതിലുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പിന് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങളുടെ കറിക്ക് അനുസരിച്ച് ലൂസാക്കി ചെയ്യാം. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കുമ്പോഴും നമ്മൾ ചെറിയ ഉള്ളി ഇടാൻ പാടില്ല. കടുകും വറ്റൽമുളകും കരിയാപ്പിലയും ഇത് മാത്രം മതി. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കകത്ത്. അപ്പോൾ താളിച്ചൊഴിക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടി ഇടുന്നത്. എന്നിട്ട് ഇത് കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കണം. അതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യണം. നോക്കിയേ, ഇത് കറിയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ നല്ല തിക്കായിട്ടുണ്ട്. നമ്മൾ തിളപ്പിക്കുക ഒന്നും ചെയ്തില്ല. ആ ചട്ടിയുടെ ചൂടിലിരുന്നിട്ടാണ് ആ കറി തിക്കായത്. ഇത് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പുളിശ്ശേരിയൊക്കെ വയ്ക്കത്തില്ലേ, നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള സാധനമാണ് പിണ്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.